നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്. പോയിട്ട് ഇവന് നല്ല അഭിപ്രായമാണ്. പിന്നെ ഇംഗ്ലീഷിനൊക്കെ നല്ല മാർക്കുണ്ട്. പിന്നെ കൃഷ്ണേന്ദു ഇവരും ഭയങ്കര മത്സരമാണ്. ഇതും കൂടി കഴിച്ചോട്ടോ. ഇവന് കരാട്ടയില് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ക്ലാസ് ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ. പിന്നെ ഈ പഠനത്തിനോടുകൂടി ഇത് കൂടി കൊണ്ടുവന്ന് എങ്ങനെയാണെന്നുള്ള പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നന്നായി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഉപരിപഠനം കാനഡയിലോ UK-യിലോ എവിടെയെങ്കിലും ആക്കാം. മനസ്സിലായില്ലേ? നന്നായിട്ട് നോക്കണം. അതാണ് പിന്നെ പുറത്ത് പഠിക്കുക, വിദേശത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കിട്ടിയത് കാര്യമില്ല. നല്ല യൂണിവേഴ്സിറ്റി പിടിക്കണം. നീ നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ? അതൊക്കെ നമുക്ക് സെറ്റാക്കാം. എടാ, നീ ശരത്തിന്റെ മോനല്ലേ? വാ, നീ വണ്ടി കയറി, നിന്നെ ഞാൻ സ്കൂളിലേക്ക് വിടാം. കുഴപ്പമില്ല. എടാ, വണ്ടി കയറടാ. വാ വാ, കേറ്, നിന്നെ ഇറക്കിയടാ. കേറ്. എടാ കേറടാ, വണ്ടി കയറി. എന്റെ ബർത്ത്ഡേ ആണ്. ഇതൊന്ന് കഴിക്ക്.
കാർത്തിക് സമയത്തായി നീ കഴിക്കാൻ ഞാൻ വൈകുക 3 മണിക്കൂർ ലേറ്റ് ആണ്. 9:45 ബെല്ലടിക്കുന്ന 10:30. കഴിഞ്ഞ ക്വാർട്ടർലി എക്സാമിൽ ഫുൾ എപ്ലസ് വാങ്ങിയതിന് NMMS സ്കോളർഷിപ്പ് കിട്ടിയിട്ട് USS കിട്ടിയിട്ട് ഇനി എന്താ അതിന്റെ പ്രശ്നം? എനിക്ക് നേരം വൈകണ്ടെങ്കിൽ ഇങ്ങനെയാണ് പ്രശ്നം. 9ാം ക്ലാസ് 10ാം ക്ലാസ് എത്തുമ്പോൾ നിങ്ങളുടെ പഠനം എങ്ങനെ കുറഞ്ഞു വരും. നാളെ രക്ഷിതാവിനായിട്ട് ക്ലാസ് കയറിയാൽ മതി കേട്ടോ. ഹലോ ഹലോ ആ കാർത്തികിന്റെ പാരന്റ് അല്ലേ? അതെ അതെ. ട്യൂഷൻ ഫീസ് 3 മാസമായല്ലോ കൊടുത്തിട്ട്. എന്താ പ്രശ്നമുണ്ടോ? എന്താ സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? എന്താണ് പൈസ അടിച്ചില്ലല്ലോ ഇതുവരെ? ട്യൂഷൻ ഫീസ് കിട്ടിയിട്ടില്ല. ഞാൻ എല്ലാ മാസവും ഫീസ് കൊടുക്കുന്നതാണല്ലോ. അതെ, നമുക്ക് ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ. എന്താണ് പ്രശ്നം? ഞാൻ കുട്ടി അടച്ചിട്ടില്ല. അടച്ചിട്ടില്ല. ഓക്കെ. ഞാൻ കാത്തു നിൽക്കണം. ഞാൻ ട്യൂഷൻ ഫീസ് എന്ത് ചെയ്തു? ഞാൻ ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് നടക്കുന്നത് ഇവിടെ ഞാൻ എന്താ കത്തി അച്ഛനോട് സംസാരിക്കുന്ന കത്തി
കാർത്തി, കാർത്തി, നീ എന്താ കാണിക്കുന്നേ? നിനക്ക് എന്താ പറ്റിയേ? നീ കുറച്ചു ദിവസമായിട്ട് നീ ആളാക്ക് മാറിപ്പോയല്ലോ. നിനക്ക് എന്താ പറ്റിയേ? നീ എന്താ ഇങ്ങനെ? സ്കൂളിലും ചീത്തപ്പേര്, നാട്ടിലും ചീത്തപ്പേര്. എന്താ എന്റെ ഉദ്ദേശം? കുഴപ്പമില്ല, പോയിക്കോ പോയിക്കോ പോയിക്കോ. അങ്ങനെ പോയാൽ ശരിയാവില്ല. നീ വാ, നിന്നോടല്ലേ പറഞ്ഞു വരാൻ. എണീക്ക്. നിന്നെ എങ്ങനെ വിട്ടാ ശരിയാവില്ല. നീ എന്താ കാണിക്കുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? നീ ഇങ്ങനെ പല വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ ഈ പോക്ക് ശരിയില്ല. ഞാൻ നിന്നെ ഇന്നും ഒന്നിലായിട്ടല്ലേ കാണാൻ തുടങ്ങി. കാർത്തി, നിനക്കറിയോ ബാംഗ്ലൂരിൽ നിന്ന് എങ്ങനെയാ ഞാൻ അവിടെ എത്തിയെന്ന്? നീ ഇപ്പൊ പോയിക്കൊണ്ടിരുന്ന അതേ വഴിക്കൂടെ തന്നെയാ എന്റെ ചേച്ചിയും സഞ്ചരിച്ചിരുന്നത്. IAS സെലക്ഷൻ കിട്ടിയ അവള് എങ്ങനെയാ ഈ ഡ്രഗ്സിന്റെ ലോകത്തേക്കൊക്കെ എത്തിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ അത് ഞങ്ങളുടെ ഫാമിലിനെ തന്നെ തകർത്ത് കളഞ്ഞു. അവള് സൂസൈഡ് ചെയ്തു. അച്ഛന് സ്ട്രോക്ക് വന്നു. അമ്മ മെന്റലി ഡിപ്രസ്ഡ് ആയി. ഞങ്ങൾ എല്ലാ പ്രതീക്ഷയോടും അവളായിരുന്നു. എല്ലാം പോയി. നിനക്കും നിന്റെ ഫാമിലിക്കും വേണ്ടി നീയും ഇതിന്ന് പിന്മാറണം.